ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ മാങ്ങാച്ചാർ ഉണ്ടാക്കാം. ഇത് ഗ്രേവിയൊന്നും ഇല്ലാതെ ഒരുപാട് നാൾ വെച്ചിരുന്ന് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഇവിടെ 1 കിലോ മാങ്ങ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ മാങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ പിടിക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൻ്റെ മുകളിൽ അരിപ്പ വെച്ചിട്ട് ഉപ്പും മഞ്ഞളും പുരട്ടിയ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെക്കുന്നത് മാങ്ങയിലെ വെള്ളമെല്ലാം നിശേഷം പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ അടച്ച് വെക്കണം. എന്നാലേ മാങ്ങ അച്ചാറിടുന്ന സമയത്ത് പൂത്തു പോകാതിരിക്കത്തുള്ളൂ. 3 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. അതിനുശേഷം കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും 5-6 വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴണ്ട് വന്നതിലേക്ക് 4 ചെറിയുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പച്ചപ്പൊക്കെ മാറി വരുന്നിടം വരെ ഇളക്കി കൊടുത്ത് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ കായപ്പൊടിയും 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ മയമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉപ്പും മഞ്ഞളും പുരട്ടി വെള്ളം വാർന്ന് വെച്ചിരുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അരപ്പൊക്കെ പിടിക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിലേക്ക് 1/2 സ്പൂൺ ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ചതായതുകൊണ്ട് ഇപ്പം പാകത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് മൊത്തത്തിലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, ഉപ്പൊക്കെ ഒന്ന് പിടിക്കുന്നിടം വരെ. ഇത് ലോ ഫ്ലെയിമിൽ വേണം വെച്ച് ചെയ്യാനെ കൊണ്ട് മാങ്ങയൊന്നും ഒരുപാട് വെന്ത് പോകരുത്. ഇങ്ങനെ ഗ്രേവിയൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടിരുന്നാൽ ഒരുപാട് നാൾ കേടാകാതിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.